ദേവി ഇക്കാര്യം അറിയരുത്. ആ ഫയലിന്റെ കാര്യം അമ്മ അങ്ങ് മറന്നേക്ക്. ഞാനതെടുത്ത് മാറ്റിയെന്നുള്ളത് ഞാനും മറക്കാൻ ശ്രമിക്കുക. ദേവിക നേരത്തെ വന്നായിരുന്നോ? സംശയങ്ങളൊക്കെ അവസാനം സത്യമായി അല്ലേ? ഇയാൾ എന്നെ ചതിച്ചല്ലേ? എന്നോടിങ്ങനെ കാണിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? എന്തിനാ എന്നെ ചതിച്ച? എന്താ ഇത്? ഇങ്ങോട്ട് മാറ്. പോവരുത്. സംസാരിക്കാനല്ല, എന്റെ നേരെ നിൽക്കാൻ പോലും അർഹതയില്ല അമ്മയ്ക്കും മോനും. ആ ഫയൽ എവിടെ? അതിങ്ങ് എടുക്ക. ഏത് ഫയല്? എനിക്കൊരു ഫയലിനെ കുറിച്ച് അറിയില്ല. പച്ചക്കള്ളം പറയുന്നോ? ഫയലിന്റെ കാര്യം താൻ പറയുന്നത് എന്റെ കാത് കൊണ്ട് ഞാൻ കേട്ടതല്ലേ? ഫയലെടുത്ത് മാറ്റിയതാണെന്ന് പറഞ്ഞില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറയണം. എന്റെ ഫയലിനെ കുറിച്ചല്ലേ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്? അല്ലെന്ന് പറഞ്ഞില്ലേ? അല്ലേ? പിന്നെ എന്താ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ? ലോകത്ത് ഒരേ ഒരു ഫയല്, നിന്റെ മിസ്സായ ഫയൽ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ ഓഫീസിലൊരു ഫയലിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നേ. ദേവി, ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ദേവി, ആർക്ക് വേണ്ടിയാന്ന്? എന്തിനു വേണ്ടിയാ കള്ളം പറയുന്നത്? നീ എന്താ കാണിക്കുന്നേ? മോളോ? ആരുടെ മോള്? നമ്മളിനി അമ്മയും മോളും ഒന്നും അല്ല. അതല്ല, ഞാൻ അമ്മയായിട്ട് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും നന്ദുവിനെ കൊണ്ട് എന്നോട് ക്ഷമ പറയിപ്പിക്കണം. ആ ഫയല് തിരികെ വാങ്ങി തരുക വേണം. അങ്ങനെ ചെയ്യാത്ത തെറ്റിന് ഞാൻ ക്ഷമ പറയാനൊന്നും പോകുന്നില്ല. ചെയ്യാത്ത തെറ്റോ? ഫയലിന്റെ കാര്യം എനിക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്റെ ഓഫീസിലെ ഫയലിനെ പറ്റിയാ. കള്ളം പറയരുത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. നീ ആ ഫയൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാണ്. എന്നിട്ടിപ്പോ ബാക്കി ആരെങ്കിലും ഫയലെന്നൊരു വാക്ക് പറഞ്ഞാ നിന്റെ കളഞ്ഞുപോയ ഫയലാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നാ പിന്നെ എന്ത് ചെയ്യാനാ? ഞാനെന്തിനാ നിർത്തുന്നേ? ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ലെങ്കിൽ പോയി കേസ് കൊടുക്ക. അതെ, കേസ് കൊടുക്കാൻ തന്നെയാ പോകുന്നത്. ഞാൻ കൊടുക്കുന്ന കേസിൽ എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫയൽ എനിക്ക് തിരിച്ചതാ.